നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുഞ്ഞളിയനും സിലുവും വഴക്കിട്ടതോ? കൂടപ്പിറപ്പുകൾക്കിടയിൽ വഴക്കും പണക്കവും ഒക്കെ സാധാരണമല്ലേ പ്രേമേ? അത് സാധാരണ. പക്ഷേ വഴിയെ പോന്നവർക്ക് വേണ്ടി ഇവിടെ ആരും ഇതുവരെ തമ്മിൽ അടിച്ചിട്ടില്ല, മേല് നോവിച്ചിട്ടുമില്ല. ഇനി എനിക്കെന്നാണാവോ കിട്ടുന്നത്? ഇങ്ങനെയൊന്നും പറയാതെ പ്രേമേ. അധികം താമസിക്കാതെ ഇവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കും കിട്ടും. ഇവന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഇവൻ കൊണ്ടുവരുന്ന അപ്സരസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത് 3.5 തരവാ. അല്ല, നിങ്ങൾക്കത് അവകാശപ്പെട്ടതാ. നിങ്ങളായിരുന്നല്ലോ കണ്ണട വെച്ച ഹംസം. ചേച്ചി ഓടാ, പെട്ടെന്ന് കഴിച്ചിട്ട് പോയി ദേവികയെ ഫോൺ ചെയ്യാൻ നോക്ക്. അവളുടെ കെട്ടിയവന്റെ ഹൃദയമിടിപ്പ് കേട്ടാലല്ലേ അവക്ക് ഉണക്കം വരൂ. അല്ലേ ഓരോരോ പരിഷ്കാരങ്ങള്. അളിയൻ കഴിക്കുന്നില്ലേ? ഓ വേണ്ട, കുഞ്ഞു കളിക്കല്ലേ അളിയ, മരുന്ന് കഴിക്കേണ്ടതാ. സാറില്ല അളിയ. കുഞ്ഞളിയനെ ഇവിടെ വന്ന് നിൽക്കുകയാണോ? എന്നാലും ഞാൻ അവളെ തല്ലാൻ പാടില്ലായിരുന്നു അളിയ. പറ്റിപ്പോയതല്ലേ അളിയ. ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കൂട്ടി ചെയ്തതുമല്ല, സംഭവിച്ചു പോകുന്നതല്ല. പിന്നെ പ്രേമ, അവളുടെ നാവ് കുഞ്ഞളിയനെ അറിയുന്നതല്ലേ. അവളിങ്ങനെ പശു അയോട്ടുന്ന പോലെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും സില്ലുവിന് ഭയങ്കര സങ്കടമായി. എന്റെ പൊന്നളിയ, അളിയൻ പറഞ്ഞു തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്വന്തം ഏട്ടന്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് അടി കിട്ടിയത് സില്ലു മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കാൻ പോവുകയാണോ? അത് കൊള്ളാം. അളിയൻ നാളെ വയറ് നിറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോ തീരുന്ന പിണക്കമേ ഉള്ളൂ സില്ലുവിന്. എങ്കിലും ഞാനൊന്ന് പോയി സോറി പറയാല്ലേ അളിയ. ഉറക്കത്തിന്ന് വിളിച്ചുണർത്തിയോ? അളിയനും വട്ട. അളിയ പോയി കിടന്ന് ഉറങ്ങ്, നല്ല മഴ വരുന്നുണ്ട്. ആ സോറി മോളെ, നീ സിദ്ധുവേട്ടനോട് ക്ഷമിക്ക്.
അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേ ആരെങ്കിലും വരണേ. അയ്യോ വല്ലിക, ഓടി വരണേ അയ്യോ എന്റെ വല്ലിക, ആരെങ്കിലും ഓടി വരണേ. അയ്യോ എന്റെ വല്ലിക, എന്താ പറ്റിയേ? അയ്യോ എന്താ പറ്റിയേ? എന്താ വല്ലിക? ഒന്ന് ചാടിയിരിക്ക. അമ്മേ അമ്മേ എന്താ പറ്റിയേ? എന്താ അമ്മേ? എന്താ പറ്റി? അമ്മേ അമ്മ എന്ത് പറ്റി? എന്താ? അയ്യോ അമ്മേ എന്താ പറ്റിയേ? എന്താ പറ്റി? ആരും എന്നെ കൊല്ലാൻ വന്നടാ. ഓ, എന്റെ അമ്മ സ്വപ്നം കണ്ടതാ. ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. നേരെ 8 മണി ആയേ ഉള്ളൂ. അയ്യോ അമ്മ നമശിവാ ജപിച്ച് കിടക്കാൻ നോക്ക്. മനസ്സിൽ പേടിയുള്ളോണ്ടാ ഓരോ സ്വപ്നം കാണുന്നേ. പോടാ അവിടുന്ന്. എങ്ങനെ പേടിക്കാതിരിക്കും? മുത്തശ്ശിയെ പേടിപ്പിച്ച പാതി ജീവൻ എടുത്ത് വെച്ചിരിക്കുമല്ലോ ഓരോരുത്തര്. ആ മതി വിശേഷം. അമ്മ കിടന്നോട്ടെ. എന്റെ ആമ്പറന്നോനെ ഒന്ന് വിളിക്കാം. നിന്റെ ചിറ്റപ്പനെ അതിനകത്തിനാ ജപിച്ച് 4 ചരട് ഇങ്ങോട്ട് അയക്കാൻ പറയാം. വല്ലിക്കന്റെ പേടി മാറാൻ. എന്തിനാ 4 ചരട്? ഒരെണ്ണം പോരെ. അതാണ്, ഓരോ ചരടിലും ഓരോ മൂർത്തി ആവാഹിക്കണം. ഏർക്കൂടെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് വീട്ടില്. മനോഹര, നിന്റെ ഈ അഹങ്കാര വർത്താനം നിർത്തിവെക്ക്. ജീവിതത്തിൽ ഇത്രയും വന്നിട്ട് നീ പഠിച്ചില്ലേ? ജീവിതം ഒരു വലിയ പാഠപുസ്തകമല്ലേ കൊച്ചമ്മേ. ഞാനിങ്ങനെ പഠിച്ചോണ്ടേ ഇരിക്കുക. കൊച്ചമ്മയുടെ കൊച്ചാപ്പന്റെ പേരെന്താ? എന്റെ കൊച്ചാപ്പനല്ല, എന്റെ ഭർത്താവ്, എന്റെ ആമ്പറന്നോൻ. അത് തന്നെയാ ഉദ്ദേശിച്ചത്. എന്താ പേര്? സോമൻ, ബ്രഹ്മശ്രീ സോമൻ. ബ്രഹ്മശ്രീ സോമനോ? അല്ല, ഈ ചിറ്റപ്പന് ഈ ബ്രഹ്മശ്രീ എവിടുന്ന് കിട്ടി? എനിക്കറിയാവുന്ന പനങ്ങോട് സോമൻ എന്നാ. പിന്നെ പോലീസ് റെക്കോർഡിൽ മായാവി സോമൻ. നിമ്പി മുങ്ങുന്ന കക്ഷിയാ, അതുകൊണ്ടാ. എടാ മനോഹര, ഓ തോന്നിവാസം പറയരുത്. അങ്ങേരെ ഒരു ജ്യോതിഷ പണ്ഡിതനും മഹാമാന്ത്രികനുമാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അതിന് നാട്ടുകാര് ബഹുമാനപൂർവ്വം ഇട്ട പേരാ മായാവി സോമൻ എന്ന്. എന്നാലും കൊച്ചമ്മ ഈ ബ്രഹ്മശ്രീ എവിടുന്ന് കിട്ടി? വഴി കിടന്ന് കിട്ടി. നിനക്കെന്താ ചെയ്തോ? അയ്യോ, എനിക്കൊന്നുമില്ലേ. ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോ കൊച്ചമ്മ. ഒരു കൗതുകം. എടാ ഗുരുത്വമില്ലാത്തവനെ, എന്തോ? ദൈവം നേരിട്ട് ദിവ്യശക്തി കൊടുത്ത ആളാ നിന്റെ ചിറ്റപ്പൻ. ആ കഥ നിനക്കറിയാവോ? ഇല്ല. ഭാമിനി അമ്മച്ചി പറയും. എല്ലാരും കേട്ടോണം. എടി സുന്ദരിക്കോതെ, നീയും കേട്ടോണം. കേൾക്കുന്നുണ്ട്. അങ്ങേരെ ഒരു ദിവസം ഒരു പ്രശ്നവിധി ആലോചിച്ചുകൊണ്ട് വരാന്തയിൽ ഇരിക്കുമായിരുന്നു. അന്നേരം ഒരു ഇടിവെട്ടി. കൃത്യം അങ്ങേരുടെ നിറുകം തല്ലേല്. ഓ, നീ കോന്നൊന്നും പറയണ്ട. അന്ന് മുതലാ എന്റെ ആമ്പർന്നോൻ അത്ഭുത സിദ്ധി കിട്ടിയത്. അല്ല കൊച്ചമ്മേ, ഇതേ കഥ വെച്ചൊരു സിനിമ വന്നില്ലായിരുന്നു? ഇല്ല ദേവിമോളെ? മിന്നൽ മുരളി. ആ, അത് തന്നെ, മിന്നൽ മുരളി. ഇത് മിന്നൽ സോമൻ. മിന്നൽ സോമൻ. മനോരിട്ട ഒന്നും മിണ്ടാതിരിക്കെ. മനോരതേ, ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. നല്ല പുള്ളിങ്ങുള്ള കഥയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോഴും കാമഡി നേരത്തെയാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ. ഇപ്പൊ ശങ്കാ ശങ്ക്. ശങ്കോ? എന്താ ശങ്കെന്ന് നീ കേട്ടിട്ടില്ലേ? വലംപെരി ശങ്ക്. ഓ, വലംപെരി ശങ്ക്. ആ ശങ്ക് അങ്ങയുടെ കൈ വന്നത് വലിയൊരു കഥയാ. ഭാമിനി അമ്മച്ചി അതൊന്നും ശ്രദ്ധിക്കണ്ട. അമ്മച്ചി കഥ പറയും. ആ ഇടിമിന്നലിൽ നിന്ന് അത്ഭുത സിദ്ധി കിട്ടിയതിനു ശേഷം അങ്ങേര് രാമേശ്വരത്തിൽ, അവിടുന്ന് ധനുഷ്കോടിയിലെത്തി. അവിടെ നെഞ്ചപ്പം വെള്ളത്തിൽ ദിവ്യസ്നാനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാ അത് സംഭവിച്ചത്. മാസത്തിലൊന്നേ കുളിക്കത്തുള്ളൂ, അതാ ഈ ദിവ്യസ്നാനം. അച്ഛാ, ഈ വീട്ടിൽ ഒരു വലിയ ദുരന്തം നടക്കും. മരണമോ മരണതുല്യമോ ആയ ഒന്ന്.